ഒരു ഭാഗത്ത് ഹിന്ദുത്വ ഏകീകരണം RSSും BJPയും പറയുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഏകീകരിച്ച് ഒറ്റ സമൂഹമായിട്ട് രാഷ്ട്രവ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വരുന്നു. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കരിപ്പൂരിലേക്ക് ഒരു മാർച്ച് നടത്തി, എയർപോർട്ട് മാർച്ച്. ആരാ നടത്തിയത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം, SIO. ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ചെട്ടിപ്പടിയിൽ SIO ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. എന്തിനാ മാർച്ച് നടത്തിയത്? വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും മോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് വഖഫ് ചെയ്യാനുള്ള, ഇഷ്ടദാനം നൽകാനുള്ള, ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇഷ്ടദാനം കൊടുക്കാനുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്, യാതൊരു സംശയവുമില്ല. CPIM അതിനെതിരായിട്ട് നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്. ഈ നിയമം പിൻവലിക്കണം, നിയമ ഭേദഗതി പിൻവലിക്കണം. യാതൊരു സംശയവുമില്ല, നിയമസഭയ്ക്കും യാതൊരു സംശയവുമില്ല. നിയമസഭയിലും യാതൊരു ഭിന്നതയുണ്ടായില്ല. വിവിധ പാർട്ടികൾ ചേർന്നിട്ടുള്ള യോജിച്ച സമീപനമാണ് അവിടെയൊക്കെ കണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ വഖഫ് നിയമ ഭേദഗതിയും പറഞ്ഞിട്ട് കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ അവർ ഉയർത്തിപ്പിടിച്ച 2 ഫോട്ടോകൾ ആളുകൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യയിലെ ഇസ്ലാം നേതാക്കന്മാരാ. ജമാഅത്തെ ഇസ്ലാമിയുടെ എയർപോർട്ട് മാർച്ചിലേക്ക് അവർ ഉയർത്തിപ്പിടിച്ച 2 ഫോട്ടോകൾ, രണ്ടും ഈജിപ്തിലെ 2 പേരാണ്. ആരാ അവര്? ഒന്ന് സയ്യിദ് ഖുത്തൂബ്. ആരാ സയ്യിദ് ഖുത്തൂബ്? ഈ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനെ പറ്റി പറഞ്ഞല്ലോ, അബ്ദുല്ല മൗദൂദിയുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഈജിപ്തിൽ ഒരു ഇസ്ലാമിസ്റ്റ് സംഘടന, മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയ നേതാവാണ് സയ്യിദ് ഖുത്തൂബ്. ഈജിപ്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിനെ നയിച്ചത് ഗമാൽ അബ്ദുൽ നാസർ. ആ നാസറിന്റെ ഗവൺമെന്റ് അവിടെ ഇരിക്കുകയാണ്. സെക്യുലർ ഗവൺമെന്റാണ്, മതനിരപേക്ഷ ഗവൺമെന്റാണ്. എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ അനുകൂലമായി ചിന്തിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ച ആളാണ് നാസർ. ആ നാസർ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്താൻ വേണ്ടി പുറപ്പെട്ട് അവിടുത്തെ ഗവൺമെന്റ് കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് വിചാരണ ചെയ്തു, തൂക്കിക്കൊന്നു ഈ സയ്യിദ് ഖുത്തൂബിനെ. നോക്കണം നിങ്ങൾ, ആ സയ്യിദ് ഖുത്തൂബിന്റെ പടം എടുത്തിട്ട് മോദി ഗവൺമെന്റ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയ വിദ്വാൻമാരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ. ഇവിടെ SIOക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ ഈ ഈജിപ്തിൽ നിന്ന് തൂക്കിലേറ്റപ്പെട്ട ഒരു വിദ്വാനെയും പിടിച്ചിട്ട് ഇവിടെ BJP ഭരണത്തിനെതിരായിട്ട് പ്രകടനം നടത്തുന്നത്? വേറൊരു നേതാവ് ഹസനുൽ ബന്ന, മൂപ്പരും ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇസ്ലാമിസ്റ്റ് നേതാവാണ്. ആ ഹസനുൽ ബന്ന അവിടുത്തെ മതനിരപേക്ഷ ഗവൺമെന്റിനെതിരായിട്ട് കലാപം നടത്തിയ ഘട്ടത്തിൽ സംഘർഷമുണ്ടായി വെടിയേറ്റ് കൊല്ലപ്പെട്ടയാളാണ് ഹസനുൽ ബന്ന. ഈ 2 ആള് പടവും പിടിച്ചിട്ട് ഇവർ പ്രകടനം നടത്തുമ്പോൾ, സുഹൃത്തുക്കളെ, ആർക്കാണ് അതിന്റെ നഷ്ടം? മുസ്ലിം സമൂഹത്തെ തന്നെ തെറ്റായി ചിത്രീകരിക്കാൻ RSSകാർക്ക്, BJPക്കാർക്ക് അവസരം കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരം പ്രകടനങ്ങൾ കാണുമ്പോൾ RSSകാർക്കും BJPക്കാർക്കും പഞ്ചാര പായസം കുടിച്ച പോലെയാണ്. നല്ല കാര്യമല്ലേ? കാരണം ഇവര് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പുറത്തെ BJPക്കാർ വികാരം ഉണ്ടാക്കുന്നത്, RSSകാർ പ്രചരണം നടത്തുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്നുണ്ടോ? മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലീഗ് തിരിച്ചറിയുന്നുണ്ടോ?